നമ്മളുടെ പ്രജകൾക്കൊപ്പം നിങ്ങൾക്ക് ഏവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ തിരുമേനി. അവിടത്തേക്കും അപ്രകാരം എന്ന് തന്നെ വിശ്വസിക്കുന്നു. അല്ല തിരുമേനി, അങ്ങെന്താണ് ഈ സമയം തെറ്റിയ കാലത്ത് കേരളത്തിലേക്ക് എഴുന്നള്ളിരിക്കുന്നത്? അല്പം സമയം തെറ്റിച്ച് വന്നാലല്ലേ ജനങ്ങളെ നേരിട്ടറിയാൻ സാധിക്കൂ. അല്ലെങ്കിൽ അവർ എന്റെ വരവ് പ്രതീക്ഷിച്ച് നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചു നിൽക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സുഖ സൗകര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വെച്ചു. അതെ അതെ, അപ്രതീക്ഷിതമായി വരുമ്പോഴല്ലേ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റൂ. അതുമാത്രമല്ല, ഇലക്ഷൻ എല്ലാം അടുത്തോട്ട് വന്നല്ലോ. ഓം ഇതുവരെയും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം അതൊന്ന് കാണാം, അതൊന്ന് അനുഭവിക്കാമെന്ന് വിചാരിച്ചു. രാജഭരണമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് അഭിനവ രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ, ഈ ജനാധിപത്യ പ്രക്രിയ എന്താണെന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, ഓണക്കാലത്ത് വരുമ്പോൾ എന്നും മഴയും വെള്ളവും ചെളിയും കുണ്ടും കുഴിയും നടന്നു പോകാൻ സാധിക്കില്ല. അതേസമയം വേനൽക്കാലത്ത് വരുമ്പോൾ എന്ത് സുഖമാണ്, സുഖകരമായ നടത്തം, എവിടെ വേണമെങ്കിലും പോകാം. അതെ തിരുമേനി, അങ്ങ് പറയുന്നത് 100% സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം. മന്ത്രി, എവിടെ നമ്മുടെ കുതിരവണ്ടി? അയ്യോ തിരുമേനി, നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. സാധാരണഗതിയിൽ കർക്കിടക മാസത്തിലാണല്ലോ നന്നാക്കി കിട്ടാറ്. ഇത്തവണ അങ്ങ് നേരത്തെ വന്നുകൊണ്ട് ശരിയാക്കി കിട്ടിയിട്ടില്ല. അത് സാരമില്ല, നമുക്ക് ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് അവരെ പരിചയപ്പെടാം. അതാണല്ലോ ഇപ്പോഴത്തെ ജനാധിപത്യ രീതി. അല്ല, ആരോ വരുന്നുണ്ടല്ലോ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അവര് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കട്ടെ. എന്താ സഖാവേ മൂട്ടി തീ പിടിച്ചതുപോലെ ഒരു പരക്കം പാച്ചില്? മൂട്ടിലല്ല, മൂട്ടിന്റെ താഴത്ത് അമിക്കുന്ന ഇവിടെ കടലത്തൈ വളരും. അതെന്ത് പറ്റി? എന്റെ ശങ്കര ഒന്നും പറയണ്ട. ആ നായരെ ചായക്കടയിൽ പോയിട്ട് പുട്ടും കടലയും ചായയും കുടിച്ച പണി പാളി. മിക്കവാറും ഇപ്പൊ ഇവിടെ തീരുമാനവും. എന്റെ പൊന്ന് സഖാവേ, തന്നോട് ഞാൻ പണ്ട് മുതൽ പറയണ ഒരു കാര്യം ഉണ്ടല്ലോ. എന്ത്? പുട്ടും കടലും കഴിക്കണ്ടെന്നാ? അതല്ലെന്നേ, പുട്ടും കടലും കഴിക്കണ കാര്യമല്ല, സ്വന്തമായിട്ട് വീട്ടിലൊരു കക്കൂസ് ഉണ്ടാക്കണ കാര്യം. എന്റെ പൊന്ന് ശങ്കര, പുട്ടി ഓട് മാറ്റാൻ കാശില്ല. അപ്പോഴാണ് ഞാൻ ഈ കക്കൂസ് പണിയാൻ പോണേ. പിന്നെ ഇതാവുമ്പോ ഒരു കട്ടന് മേടിച്ച് ഈ പുഴമ്പള്ളത്തോ ആ റെയിൽവേ ട്രാക്കിലോ പോയിരുന്ന് ഒരു ദിനേശ് പണിയും വലിച്ച് കാര്യം സാധിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ. അത് ഏത് കക്കൂസിൽ നിന്ന് കിട്ടും? തന്റെ കാര്യം ശരി, പക്ഷെ തനിക്ക് വളർന്നു തന്നെ ഒരു മകളില്ലേടോ. ഇതൊക്കെ ശരിയാ, നമുക്കത് അറിയാൻ പാടാത്ത കാര്യമൊന്നുമല്ല. കാശില്ലാണ്ട് എന്താണേ? അതല്ലെന്നേ, അവൾക്ക് ഈ പ്രായത്തില് തന്നെ പോലെ പറമ്പിലും പാടത്തും പോയിരുന്ന് കാര്യം സാധിക്കാൻ പറ്റും. എനിക്കറിയാൻ പാടാത്ത കാര്യമാണ്. ഇപ്പൊ അത് പറയാൻ പറ്റിയ നേരല്ലെന്ന് പിടിവിട്ട് നിക്കണേ. എടോ സഖാവേ, ഞാനൊരു കാര്യം പറയട്ടെ. താൻ വളച്ചൊടിക്കാണ്ട് കാര്യം പറയൂ. മനുഷ്യരുടെ പിടികൊട്ട് നിക്കണേ. താൻ ഈ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോന്ന്? സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് മിഷനാ? അതും കക്കൂസും തമ്മിൽ എന്താ ശങ്കര ബന്ധം? എന്റെ പൊന്ന് സഖാവേ, താനൊന്ന് ധൃതി വെക്കാതെ നിൽക്ക്. അതായത് ഇത് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക പദ്ധതിയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലെ സ്വന്തമായിട്ട് കക്കൂസ് ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കക്കൂസ് പണിതു കൊടുക്കുന്ന ഒരു പദ്ധതി. നമ്മളുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാം ശുചിത്വമുള്ളതാക്കി തീർക്കുക, അതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയൊക്കെ കൊള്ളാം, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? എടോ, താനും കൊടുക്കും ഒരു അപേക്ഷ, തനിക്കും കിട്ടും സൗജന്യമായിട്ടൊരു കക്കൂസ്. എന്റെ പൊന്ന് ശങ്കര, നടപടിയുള്ള കാര്യങ്ങളും പറ. ഞങ്ങൾ സഹാക്കൾ പ്രധാനമന്ത്രിയുടെ പരിപാടി എവിടെ കിട്ടാനാ? വിഡ്ഢിത്തം പറയാതെടോ. പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിഗണന ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ ഭാരതത്തിലെ എല്ലാ പാവങ്ങൾക്കും സൗജന്യമായിട്ട് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഗ്രാമവും ശുചിത്വമുള്ളതായി തീരട്ടെ. ഇതൊക്കെ കിട്ടുന്ന ആർക്കും ഉറപ്പ്? ഈ ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് ആൾക്കാരുടെ കണ്ണി പൊടിയിടാനുള്ള ഊടായ പരിപാടിയില്ല ഇതൊക്കെ. എടോ സഖാവേ, ഇത് നിങ്ങളുടേതുപോലെ ഇലക്ഷൻ വരുമ്പോ കിറ്റ് കൊടുക്കണ പദ്ധതിയല്ല. ഇത് തുടങ്ങിയിട്ട് 5-8 കൊല്ലമായി. ഇതിനോടകം 10 കോടിയിലധികം ഭാരതീയർക്കാണ് സൗജന്യമായിട്ട് കക്കൂസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വിശ്വാസം ഉണ്ടെങ്കിൽ താനൊരപേക്ഷ കൊടുക്കും. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും സ്വസ്ഥവും സമാധാനവുമായിട്ട് സ്വന്തം പറമ്പിലിരുന്ന് സാധിക്കാം. എന്തായാലും ഒരു അപേക്ഷ കൊടുത്ത് നോക്കാല്ലേ. പിന്നെ ഈ തൂറാൻ മുട്ടുമ്പോൾ പറമ്പന്വേഷമുള്ള ഓട്ടുണ്ടല്ലോ പോയി. മേനകെട്ട പരിപാടിയാ, മടുത്തു. ഈ പവിത്രമായ നദിക്കരയിലാണോ ജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? മോശം മോശം. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് സൗജന്യമായി കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ മഹാമന്ത്രി ജനങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ രാഷ്ട്രീയമാണ് തിരുമേനി. കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രയോജനം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കുണ്ടാകുമോ എന്നുള്ള ഭയം.
ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട്. ആർക്ക് ഗുണം കിട്ടിയാൽ എന്താ മഹാമന്ത്രി? അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്കല്ലേ അതിന്റെ പ്രയോജനം ലഭിക്കേണ്ടത്? അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇതൊക്കെ ആരോട് പറയാനാണ് തിരുമേനി? ഈ ജനാധിപത്യ കാലഘട്ടത്തിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അവരവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് രാഷ്ട്രീയക്കാർക്ക് താല്പര്യം. പിന്നെ എന്തിനാണ് മഹാമന്ത്രി ഇതിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്? ഇതിലും നല്ലത് നോം ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. നോം ഒരിക്കലും എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിട്ടില്ല. ജനങ്ങളുടെ നന്മ മാത്രം നോക്കിയാണ് നോം പ്രവർത്തിച്ചത്. വരൂ, നമുക്ക് പോകാം. ഇവരെന്തീ കാട്ടുന്നത്? ഇവരെന്തിനീ കല്ലെറിയുന്നത്? അവരാ മാങ്കൂട്ടത്തിലേക്ക് കല്ലെറിയണത്. ഈ മാങ്കുട്ടത്തിലേക്ക് കല്ലെറിയാൻ അവരെന്തോ കുട്ടികളാ? കുട്ടികളൊക്കെ തന്നെ ശരീരം കൊണ്ട് മാത്രമേ വലുതായിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ അവരെ സഖാക്കളെ എന്ന് വിളിക്കണത്. അതെയോ? ഈ സഖാക്കൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരല്ലേ? പിന്നെ ഇവരെന്തിനീ കല്ലെറിയുന്നത്? അത് ഇലക്ഷൻ എടുക്കുമ്പോൾ അതോടെ ഒരു പതിവാണ്. ഇവർ ഈ മാങ്കൂട്ടത്തിലേക്കും പുളിങ്കൂട്ടത്തിലേക്കും സോളാർ പാനലിലും ഐസ്ക്രീം പാർലറിലും ഒക്കെ കല്ലെറിയും. അതാണല്ലോ അവരുടെ ഒരു വിനോദം. അതെയോ? മന്ത്രി, നമ്മൾക്ക് ആ കുട്ടികളെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അവരെ വിളിക്കുക. അതെ, ഒന്നും കൂടി വരിക. ആരാ? മനസ്സിലായില്ല. എന്താ കാര്യം? ഞങ്ങളിവിടെ കാര്യപ്പെട്ട പണി ചെയ്തോണ്ടിരിക്കുക, കണ്ടില്ലേ? ഇത് മാവേലി തമ്പുരാൻ. അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടണമെന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞങ്ങൾ എന്താ ചെയ്യണെന്നൊക്കെ കണ്ടൂടെ? ഇതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യണേ. അതെ, എന്തിനാ എതിരാന്ന് നമുക്കറിയില്ല. ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. ഇലക്ഷൻ കഴിയുന്നവരെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. മാവേലി തമ്പുരാനെ, നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ അടുത്തേറ് നമ്മൾക്കിട്ടായിരിക്കും. അതെ, നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ മുറ പോലെ നടന്നോട്ടെ. ഞങ്ങൾ പോവുകയാ. വരൂ. ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ മന്ത്രി. കേരളത്തിലെ റോഡുകൾ നിത്യവും ഇതുപോലെ അടിച്ചു വൃത്തിയാക്കാറുണ്ടോ? എല്ലാ റോഡുകളും ഇല്ല, എന്നാലും പട്ടണത്തിലെ മിക്കവാറും എല്ലാ റോഡുകളും വൃത്തിയായാണ് സൂക്ഷിക്കുന്നത്. ഗംഭീരം തന്നെ മന്ത്രി. നമ്മുടെ കാലത്ത് പോലും ഇതുപോലെ മനോഹരമായ റോഡുകൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ റോഡുകൾ കണ്ടാൽ സാൻ ഫ്രാൻസിസ്കോയിലെയും ചിക്കാഗോയിലെയും പോലെ അതിമനോഹരമാണ്. ഓ, തിരുമേനി ഇവിടെ നിന്ന് പാതാളത്തിൽ പോയാൽ പിന്നെ ചിക്കാഗോയിലേക്കും സാൻ ഫ്രാൻസിസ്കോയിലേക്കൊക്കെ പോകാറുണ്ടോ? നോം യൂട്യൂബിൽ കണ്ടതാണേ. പാതാളത്തിൽ സമയം കളയാൻ വേറെ വഴികളൊന്നും ഇല്ലല്ലോ. ആരും വരുന്നുണ്ട്. എന്താ സരസു ചേച്ചി, ഇന്നലെ കണ്ടില്ലല്ലോ? അയ്യോ, നിന്നോട് പറയാൻ വിട്ടുപോയി. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലൊരു അത്ഭുത സംഭവം നടന്നു. അതെന്താ ഇത്ര വലിയ അത്ഭുതം? പറഞ്ഞാൽ നിനക്ക് അത്ര അത്ഭുതമായിട്ട് തോന്നണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. വളച്ചൊടിക്കാതെ ചേച്ചി കാര്യം പറയാം. എടി, ഞങ്ങൾക്ക് ഇന്നലെ ഗ്യാസ് കണക്ഷൻ കിട്ടി. കളിപ്പിക്കല്ലേ ചേച്ചി? ഗ്യാസ് കണക്ഷൻ എടുക്കാൻ ചേച്ചിയുടെ കയ്യിൽ ഇവിടുന്ന കാശ്? കഴിഞ്ഞ ആഴ്ച എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് 500 രൂപ പോലും ചേച്ചി ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഇന്നല്ലേ ഗ്യാസ് കണക്ഷൻ? എടി, നിന്റെ കാശ് തിരിച്ചു തന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളതും സത്യമാണ്. അതുപോലെ ഗ്യാസ് കണക്ഷൻ കിട്ടിയതും സത്യമാണ്. കാശ് കൊടുക്കാതെ എങ്ങനെയാ ഗ്യാസ് കണക്ഷൻ കിട്ടുക? എൻ്റെ ചന്ദ്രികയെ, അതല്ലേ അത്ഭുതം. ഒരു പൈസ പോലും ചെലവില്ലാതെ ഞങ്ങൾക്ക് ഇന്നലെ ഗ്യാസ് കണക്ഷൻ കിട്ടി. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അതായത് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് ഗ്രാമീണ ഉജ്ജ്വല യോജന. പാവപ്പെട്ട കുടുംബിനികൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അതെന്ത് പദ്ധതി എന്നാ പറഞ്ഞ? ഗ്രാമീണ ഉജ്ജ്വല യോജന നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമുള്ള ഒരു പദ്ധതിയാണത്രേ. BPL കുടുംബത്തിൽപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി. ഒന്ന് പോ ചേച്ചി, ഒരു പൈസ പോലും മുടക്കാതെ ചുമ്മാ ഗ്യാസ് കണക്ഷൻ അങ്ങ് തരികയല്ലേ? ഈ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ
എന്തെങ്കിലുമൊക്കെ കൈക്കൂലി കൊടുക്കാതെ അവരൊരു കാര്യവും നമുക്ക് ചെയ്തു തരില്ല. പിന്നെ അല്ലേ സൗജന്യ ഗ്യാസ് കണക്ഷൻ. അതാണ് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതിയുടെ പ്രത്യേകത. ഒരു നേതാക്കന്മാർക്കും പൈസ കൊടുക്കണ്ട, ഒരു ഉദ്യോഗസ്ഥർക്കും പൈസ കൊടുക്കണ്ട, തികച്ചും സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കിട്ടും. അല്ല ചേച്ചി, എനിക്കും കിട്ടുമോ ഒരു ഗ്യാസ് കണക്ഷൻ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറയുമ്പോഴേ എൻ്റെ കെട്ടിയനൊരു സഖാവാണല്ലോ. അതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകത. ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ അർഹതപ്പെട്ട ഭാരതീയരാണോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ശുപാർശ ആവശ്യമില്ല. അത്ര സുതാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതികൾ. ചിലപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടികളായിരിക്കും. 1-2 പേർക്ക് കൊടുത്തു എന്നും ഇരിക്കും. അത്രേ ഉള്ളൂ. വിഡ്ഢിത്തരം പറയാതെ എൻ്റെ ചന്ദ്രികയെ, 4-5 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്. ഈ കേരളത്തിൽ തന്നെ 4 ലക്ഷത്തോളം പേർക്ക് ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞത്. എന്താണ് പദ്ധതിയുടെ പേര് പറഞ്ഞത്? പ്രധാനമന്ത്രി ഗ്രാമീൺ ഉജ്ജ്വല യോജന പദ്ധതി. പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി. അല്ല മന്ത്രി, ഈ ഗ്രാമീണ ഉജ്ജ്വല യോജന പദ്ധതി അതിഗംഭീരമാണല്ലോ. പാവപ്പെട്ട കുടുംബിനികൾക്ക് പുകയിൽ നിന്നും കരിയിൽ നിന്നും മോചനം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയല്ലേ? അത് മാത്രമല്ല തിരുമേനി, ഈ കരിയും പുകയും ഇല്ലാതായാൽ പരിസര മലിനീകരണം ഉണ്ടാവുകയില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലുള്ള ഒരുപാട് നല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട്. മാവേലി തമ്പുരാൻ്റെ ആ നല്ല കാലം പോലെ ഭാരതവും നല്ലൊരു നാളെയിലേക്ക് കുതിക്കുകയാണെന്ന് അടിയന് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. എന്താ സാറാമ്മ ചേച്ചി വണ്ടി തള്ളിക്കൊണ്ട് വരുന്നത്? സ്കൂട്ടർ കേടായോ അതോ പെട്രോൾ തീർന്നു? പെട്രോള് തീർന്നതുമല്ല, വണ്ടി കേടായതുമല്ല. ഇത്രയും നാൾ ഇതെന്നെ വലിച്ചോണ്ട് നടന്നതല്ലേ. ഇനി ഞാൻ ഇതിനെ തള്ളിക്കൊണ്ട് നടക്കാന്ന് വിചാരിച്ച്. ഇതിനും വേണ്ട ഒരു വിശ്രമം. പിന്നെ പിന്നെ വല്ലപ്പോഴും ഒക്കെ സ്കൂട്ടറിനും വേണം ഒരു വിശ്രമം. സാറാമ്മ ചേച്ചി, പെട്രോൾ വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് തരാം. ഒരു ക്യാൻ സംഘടിപ്പിച്ചു തന്നാൽ മതി. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാൻ പറഞ്ഞില്ലേ അതല്ല പ്രശ്നമൊന്ന്. എന്റെ പൊന്ന് സാറാമ്മ ചേച്ചി, ഞാൻ നിങ്ങളെ ഇന്നലെ നിന്നും കാണാൻ തുടങ്ങിയതാണോ? പ്രശ്നം എന്താന്ന് വെച്ചാ പറ, എന്നാലാകുന്ന സഹായം ഞാൻ ചെയ്തു തരാം. തന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നസ്രാണികള് സഖാക്കളുടെ സഹായം ഒന്നും സ്വീകരിക്കാറില്ല. ചേച്ചി രാഷ്ട്രീയം വിട്ട് കാര്യം പറ. ഈ കുന്തവും തള്ളിക്കൊണ്ട് പോയാൽ ചേച്ചി ഉച്ചയ്ക്ക് മുമ്പ് ഓഫീസിലെത്തത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. അല്ലെങ്കിലും രാഘവേട്ടനോട് എനിക്കെന്തിനാ രാഷ്ട്രീയം? നമ്മൾ അയൽവാസികളല്ലേ. ഞാനൊരു സത്യം പറയാം, പുറത്താരോടും പറയരുത്. ഇല്ല സാറാമ്മ ചേച്ചി, ഞാൻ പുറത്താരോടും പറയില്ല. എന്നെ വിശ്വസിക്കാം. സത്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. കാശിന് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. മാസം മാസം പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്, അതിപ്പോൾ കിട്ടണില്ല. ഉണ്ടായിരുന്ന പൈസ മുഴുവനും സൊസൈറ്റിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടിരുന്നതാണ്. അതിൻ്റെ പലിശ മാസം മാസം കിട്ടുമായിരുന്നു. ഇപ്പോൾ അതും സ്വാഹ. നാട്ടുകാരോട് ഇത് വല്ലതും പറയാൻ പറ്റുമോ? അവർ നമ്മളെ കളിയാക്കില്ലേ? ഇതിലിത്ര പരിഹസിക്കാനെതിരിക്കുന്നു. ഇതിപ്പോ നിങ്ങളുടെ കുറ്റമല്ലല്ലോ. ഈ സൊസൈറ്റിക്കാർ ഇങ്ങനെ പറ്റിക്കുന്ന ആരെങ്കിലും കരുതിയത്? മാത്രമല്ല സർക്കാർ പാപ്പരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ ഭരിക്കാൻ അറിയാത്തവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ജനങ്ങളും പാപ്പരായി തുടങ്ങി. എന്ത് ചെയ്യാൻ ചേച്ചി? എല്ലാം കേന്ദ്രത്തിന്റെ വികലമായ സാമ്പത്തിക നയത്തിന്റെയും തെറ്റായ വിദേശ നയത്തിന്റെയും ഫലമായിട്ടാണെന്നാണ് ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ശമ്പളവും ഇല്ല, പെൻഷനും ഇല്ല. ഇനിയിപ്പം മാവേലി സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാൽ അവിടെ സാധനങ്ങളൊന്നുമില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പൊന്നുമില്ല. ഇനിയിപ്പോ ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ. കിറ്റും പെൻഷൻ കുടിശ്ശികയൊക്കെ ആയിട്ട് പാർട്ടിക്കാരെ ഇറങ്ങിക്കൊള്ളും. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ. ഇതാരിത്? കൊറേ നാളായല്ലോ കണ്ടിട്ട്. എന്നെ കൊണ്ട് വിശേഷമൊക്കെ. വിശേഷം ഇലക്ഷനൊക്കെ വരുമല്ലേ. ഈ വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാർ കളിക്കുന്നു കോപാടത്തരുണ്ടല്ലോ, കണ്ടാൽ ചിരി വരും. ചേച്ചി, ഇപ്രാവശ്യം കിറ്റുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിറ്റുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഒരു പടി കൂടി മുന്നിൽ കയറിയാണ് നേതാക്കന്മാരുടെ കളി. അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്നലെ വോട്ട് ചോദിച്ച് സഹാക്കളെല്ലാം വീട്ടിൽ വന്നു. മൂത്ത സഖാവ് അടുക്കളയിൽ കയറി പാത്രമെല്ലാം കഴുകി തന്നു. കുട്ടി സഖാവ് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തന്നു. വേറൊരു സഖാവ് കൊച്ചുമോൻ ഉമ്മറത്ത് അപ്പിയിട്ടിരുന്നു.
അതെല്ലാം വാരിയെടുത്ത് മുഴുവൻ വൃത്തിയാക്കി തന്നു. ആ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. സഖാക്കളല്ലോ, വേറെ കുറെ കഥൽദാരികള്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതുകൊണ്ട് മുറ്റമൊക്കെ അടിച്ചിടാൻ പറഞ്ഞു. മുറ്റമൊക്കെ നല്ല അന്തസ്സായിട്ട് അടിച്ചിട്ട് കിണറ്റിൻകരയിലുള്ള പാത്രത്തിലൊക്കെ ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിട്ട് അവര് പോയത്. ഇനി കഷ്ടകാലത്തിന് ഇവനെങ്ങാനും ജയിച്ചാൽ എങ്ങനാണാവോ ഇതിനൊക്കെ പകരം വീട്ടാൻ പോകുന്നത്? എന്ത് പ്രതികാരം ചേച്ചി, കൈയിട്ട് വരിക തന്നെ. ഒരാൾ ഓൾറെഡി പറഞ്ഞല്ലോ, 9.5 വർഷത്തെ നഷ്ടം തിരിച്ചു പിടിക്കാനായിരിക്കണം ഈ വർഷത്തെ വോട്ടെന്ന്. അതെ അതെ, കക്കുക എന്നത് നേതാക്കന്മാരുടെ ജന്മാവകാശമായി മാറിയിരിക്കുന്നു. അന്ന് അവിടെ കണ്ട ആള് പോയി. അതെ, സ്ത്രീകളുടെ കുളിസിങ്ങുള്ള അവരെ പരിപാടി വേഷം മാറി നടന്നു. പിടിക്ക്, വിടരുതേടാ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഇനിയിപ്പോ വല്ല ബോംബ് വെച്ചോ ആയിരിക്കുമോ? ആ അതെ അതെ, യുദ്ധം നടക്കല്ലേ ഇപ്പോ. വല്ല റോക്കറ്റ് എങ്ങാനും വഴിയേറ്റ് നമ്മുടെ കൊളക്കടവിൽ വീണതായിരിക്കും. എല്ലാ മഹാമന്ത്രി, ഇവരെന്തിനാണ് നമ്മെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ടത്? നമ്മൾ ഒളിഞ്ഞു നിന്ന് സ്ത്രീകളുടെ കുളി കാണുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം അവർ നമ്മളെ പിന്നിൽ നിന്ന് ചവിട്ടിയത്. ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും മാന്യതയ്ക്കും നല്ലത്. അതേ തിരുമേനി, നമുക്കല്പം ഒളിഞ്ഞും മറഞ്ഞും രഹസ്യമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ പോലുള്ളൊരു മഹാരാജാവ് ജനങ്ങളുടെ ഇടയിലൂടെ ഒരു ഭീരുവിനെ പോലെ പാത്തും പതുങ്ങിയും സഞ്ചരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണെന്ന് നമുക്കറിയാം. പിന്നെ 10ഉം 50ഉം കാറുകളുടെ അകമ്പടിയോടെ ജനങ്ങളെ പേടിച്ച് സഞ്ചരിക്കുന്ന നാട്ടുപ്രമാണിമാരുള്ള ഈ നാട്ടിൽ ഇതൊരു കുറവല്ലാന്ന് നാം മനസ്സിലാക്കുന്നു. അതേ തിരുമേനി, നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ ചൊല്ല്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് അടുത്ത യാത്ര? സംശയമെന്ത്, പുലിമടയിലേക്ക് തന്നെ. പുലിയെ പുലിമടയിൽ തന്നെ ചെന്ന് നേരിടണമെന്നല്ലേ നമ്മുടെ പുലിമുരുകൻ പറഞ്ഞിട്ടുള്ളത്? ഒന്നും മനസ്സിലായില്ല. ഇവിടെ ഇപ്പോൾ പുലിയേത്, പുലിമട ഏത്? എടോ മന്ത്രി, നാം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ജനകീയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ. അപ്പോൾ അതിൻ്റെ ശക്തമായ ചലനങ്ങളുള്ള ഇടം ഏതാണ്? പാർട്ടി ഓഫീസ്. ഇനി നമുക്കൊരു പാർട്ടി ഓഫീസിലേക്ക് എത്തി നോക്കാം. തിരുമേനി, പാർട്ടി ഓഫീസാണ്. കണ്ടും കേട്ടും പാത്തും പതുങ്ങിയും ഒക്കെ നിന്നില്ലെങ്കിൽ കാര്യം അവതാളത്തിലാകും. അങ്ങനെ ഭയപ്പെട്ടാലോ? എന്താ നടക്കുന്നതെന്ന് നമുക്കും അറിയണ്ടേ? വരൂ, പോകാം. പ്രിയ സഖാക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, ഇലക്ഷൻ അടുത്തു വരുന്ന ഈ സമയത്ത് അധികാരമോഹികളായ കുറെ കുലംകുത്തികൾ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വേറെ പാർട്ടി ഉണ്ടാക്കിയ വിവരം. നിർഭാഗ്യവശാൽ അവർക്കാണ് നമ്മുടെ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്, കോമൺ പീപ്പിൾസ് പാർട്ടി ഓഫ് കേരള. അതിനൊരു ചിഹ്നവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് നിങ്ങളുടെ പുറകിലുള്ളത്. ഇനി ഇതായിരിക്കും നമ്മുടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം. അതേതായാലും നന്നായി നേതാവേ. കാലത്തിനൊത്ത് നമ്മളും നമ്മുടെ ചിഹ്നം പരിഷ്കരിച്ചത് വളരെ നല്ല കാര്യമാണ്. അതെ, നമ്മുടെ ഈ ചിഹ്നം നയപരമായ ആശയങ്ങളോട് അടുത്തു നിൽക്കുന്നതും ഒത്തുചേർന്ന് പോകുന്നതുമാണ്. സ്വർണ്ണവളങ്ങളിട്ട അരിവാൾപ്പിടിയും അതുപോലെ തന്നെ സ്വർണ്ണമാല അണിഞ്ഞ അരിവാളും സ്വർണത്തിൽ പൊതിഞ്ഞ കോടാലിയും പാർട്ടിയുടെ ആധുനിക മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അല്പം മുതലാളിത്ത സംസ്കാരത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതായി ഈ ചിഹ്നം വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എടോ, അല്പസ്വല്പം മുതലാളിത്ത സംസ്കാരവും സാമ്പത്തിക പിന്തുണയും ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലൊഴിച്ച് ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നും ഈ പ്രസ്ഥാനം തുറച്ചു നീക്കപ്പെട്ടത് ഇത്തരം തെറ്റായ സമീപനങ്ങൾ മൂലമാണ്. ഇത് തിരുത്തപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ കൂടി ഒരു അനിവാര്യതയാണ്. ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല. ഇന്നു മുതൽ ഇതാണ് നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എതിർക്കണമെന്ന് തോന്നുന്നവർക്കും പാർട്ടിക്ക് പുറത്താണ് സ്ഥാനം. അത് ഓർമ്മയിരിക്കട്ടെ. ഈ നേതാവ് കേമൻ തന്നെ ധിക്കരിക്കുന്നവർക്ക് സ്ഥാനം പുറത്താണെന്ന് ധൈര്യത്തോടെ പറഞ്ഞല്ലോ. അതേ തമ്പുരാനെ, കൈ ചൂണ്ടി കുലംകുത്തികൾക്ക് നേരെ കടക്ക് പുറത്തുനിന്ന് ആക്രോശിക്കാനും ഒരു ചങ്കൂറ്റം വേണം. പണ്ട് കൈകൊണ്ട് പ്രത്യേകതര ശബ്ദമുണ്ടാക്കി ശത്രുക്കളെ ഓടിച്ചിരുന്ന നേതാവാണ് അദ്ദേഹം. അതെയോ? അതെനിക്കറിയില്ലായിരുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? അയ്യോ, അത് വേണം തിരുമേനി. അല്പം കൈവിട്ട കളിയാണത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ജോലികളൊക്കെ? ആവശ്യത്തിന് വർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ?
ഉണ്ടായിരുന്നു സഖാവേ. ഭാഗ്യത്തിനിന്ന് നല്ല വർക്ക് കിട്ടി. 2 ലോഡിംഗ് ജോലികളാണ് ഇന്ന് ചെയ്തു തീർത്തത്. എത്ര പേരെ ചന്തിക്ക് പിടിച്ച് കയറ്റി, എത്ര പേരെ വയറിന് പിടിച്ച് കയറ്റി. ഒരാളെ ചന്തിക്ക് പിടിച്ച് കയറ്റി കൊടുത്തു, മറ്റൊരാളെ വയറിൽ പിടിച്ച് കയറ്റാൻ സഹായിച്ചു. വയറിൽ തന്നെ ആണോ പിടിച്ചത്, അതോ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയോ? അല്ല, ചെകിടത്ത് അടി കിട്ടി എന്ന് കേട്ടതുകൊണ്ട് ചോദിച്ചതാണേ. അല്പം ഒന്ന് കൺട്രോൾ പോയി, അതുകൊണ്ട് പറ്റിയതാണ്. ഇനി പറ്റില്ല, മാപ്പാക്കണം. ഞാൻ പണ്ടേ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ, വളരെ ശ്രദ്ധിച്ചു വേണം ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് ജോലികളൊക്കെ ചെയ്യാനെന്നാണ്. അല്പം ഒരു അശ്രദ്ധ പറ്റിയാൽ അവർ കൈവയ്ക്കും, അല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കും. ഏതായാലും ഒരു 1500 ഫീസ് അടച്ചിട്ട് പോകും. 1500 മുഴുവനും വേണം, ചെകിടത്ത് ഒരു അടി കിട്ടിയതല്ലേ. ആ, ഒരു 150 രൂപ വേണേൽ കുറച്ചോ. ഒരു 750 രൂപ എൻ്റെ അക്കൗണ്ടിലും ഒരു 600 രൂപ ഇയാളുടെ അക്കൗണ്ടിലും ഇട്ടേക്കും. ശരി നേതാവേ, ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തോ. ആ, എന്നാ ശരി, നിങ്ങൾ കേട്ടോ. ആ, വാ വാ വാ. എങ്ങനെ ഉണ്ടായിരുന്നു തൻ്റെ അൺലോഡിങ് ജോലികളൊക്കെ? ഇന്ന് പണി കുറവായിരുന്നു. ഒരു അൺലോഡിങ് ജോബ് മാത്രമേ കിട്ടിയുള്ളൂ. അതും വയറിൽ സപ്പോർട്ട് കൊടുത്ത് ഇറക്കിയ കാരണം കൈയൊന്നും അറിയാതെ മുകളിൽ പോയി കിട്ടി കരണത്തേക്ക്. ഇപ്പം താനും ഇതുവരെ നേരെ ചൊവ്വേ പണിയൊന്നും പഠിച്ചിട്ടില്ല എന്ന് സാരം. സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ പണി പാളും. ഇല്ല സഖാവേ, ഇനി അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ആ, 750 രൂപ അടച്ചു പോക്കോ. 400 എൻ്റെ അക്കൗണ്ടിലും 350 ഇയാളുടെ അക്കൗണ്ടിലും ഗൂഗിൾ പേ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നാളെ ഞങ്ങൾ പണിക്ക് വന്നോട്ടെ. ഇത് എന്ത് തരം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആണ്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊരു പുതിയ തരം സേവനമാണ് മാവേലി. സ്ത്രീജനങ്ങളെ ബസ്സിനുള്ളിൽ കയറാനും ഇറങ്ങാനും സഹായിക്കുകയാണ് ഈ യുവജനങ്ങൾ. ഓ, അങ്ങനെയോ? അതൊരു നല്ല കാര്യമാണല്ലോ. അല്ലെങ്കിലും മലയാളികൾ നല്ല കരുണയുള്ളവരാണ്. ഒരു പ്രശ്നമുണ്ട് തിരുമേനി. പണ്ടൊക്കെ പ്രൈവറ്റ് ബസ്സിലെ കിളികൾ സ്ത്രീകളെ തള്ളി കയറ്റുന്ന മാതിരി ഇവരും തള്ളി കയറ്റുമ്പോൾ അറിയാതെ നിതംബത്തിലോ മാറിടങ്ങളിലോ ഒക്കെ കൈകൾ കൊള്ളാറുണ്ട്. പ്രതിഫലവും കൈയോടെ കിട്ടാറുണ്ട്. ആ പ്രതിഫലത്തിന്റെ ഒരു ഭാഗമായിരിക്കും അവർ ഇവിടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നതല്ലേ? ആ പ്രതിഫലത്തിൻ്റെ ഭാഗമല്ലെങ്കിലും പ്രത്യുപകാരമായി ഇവർ നേതാക്കന്മാർക്ക് പൈസ കൊടുക്കാറുണ്ട്. കാലം പോയ പോക്കേ, എന്തൊക്കെ പ്രതിഫലങ്ങളും പ്രത്യുപകാരങ്ങളുമാണ് ഈ കൊച്ചു കേരളത്തിൽ. 2 ആൾക്കാരെന്തോ പൊതിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പ്രത്യുപകാരമായിരിക്കും. ആഹാ, ഗംഭീരമായിരിക്കുന്നല്ലോ. ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് ഇവിടെ നിന്നുള്ള അമ്പലങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ഈ ജില്ലയിലുള്ള അമ്പലങ്ങളിൽ നിന്ന് തന്നെയാണ്. മറ്റ് ജില്ലകളിലേക്കൊന്നും നിങ്ങൾ അതിക്രമിച്ച് കടന്നിട്ടില്ല. പിന്നെ കുറച്ച് സ്വർണം സൊസൈറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര രൂപയുടെ സ്വർണം ഉണ്ടാകും? ഒരു 2 കോടി കുറയില്ലെന്നാണ് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നത്. എല്ലാം നല്ല ഒറിജിനൽ 22 ക്യാരറ്റ് സ്വർണ്ണത്തിൽ പണിത ആഭരണങ്ങളാണ്. മാത്രമല്ല ക്ഷേത്രങ്ങളിൽ നിന്നുള്ളതാവുമ്പോൾ വിലയും അല്പം കൂടുതൽ കിട്ടും. ഇതിൻ്റെ പഴക്കവും പുരാവസ്തു വിലയും നോക്കിയിട്ടാണ് യഥാർത്ഥ വില നിശ്ചയിക്കുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ 22 ക്യാരറ്റ് മാത്രമല്ല, സ്വർണത്തിന്റെ പഴക്കവും അത് ഏത് അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്നതും വില നിർണ്ണയിക്കുന്നതിൽ ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. എന്തായാലും വേണ്ടിയല്ല, ഇതിപ്പോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് പറയുന്നു. ഏതാണ്ട് 2-3 കോടി ലക്ഷം രൂപയുടെ സ്വർണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടി അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ആരാ? കോടീശ്വരൻ. വെറും കോടീശ്വരനല്ല, കോടീശ്വരൻ. ഓ, അതും കൂടെ ഇങ്ങനെ കിട്ടിയിട്ട് വേണം എനിക്ക് നമ്മുടെ ലൂകളും മറ്റേ മാസ്കിന്റെ കമ്പനിയും പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയാ മാസ്ക്രോസോഫ്റ്റ് അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ. എന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ഓ ദേ നോക്കിയേ, ശരീരത്ത് മുഴുവൻ കുളിര് പോരുന്നു. കേട്ടോ, നല്ല ചെമ്മീനുണ്ട്, എടുക്കട്ടെ? വേണ്ട ചേട്ടാ, നല്ല പിടക്കണ കരിമീനുണ്ട്. ഇന്ന് മീൻ വേണ്ടോ? അതെന്താ ചേട്ടാ, ഇന്നലത്തെ പോലെ ഐസിട്ട മീനല്ല, ഇപ്പൊ പിടിച്ചതാണ് നല്ല പിടക്കണ കരിമീൻ. അപ്പൊ അത് ശരി, ഇന്നലത്തെ മീൻ ഐസിട്ടതായിരുന്നു. വെറുതെ അല്ല വൈകുന്നേരം ഇപ്പൊ മീൻ കേട് വന്നത്. കടലിൽ നിന്ന് വരണ മീനല്ല ചേട്ടാ, ചില ദിവസം ഇത്തിരി പഴയതൊക്കെ വരും. നമ്മൾ എന്ത് ചെയ്യാനാ? മനസ്സിലായി മനസ്സിലായി. ഇന്ന് എന്തായാലും മീൻ വേണ്ട. അയ്യോ ചേട്ടാ, ഇന്നത്തെ മീൻ നല്ല ഫ്രഷാണ്. കായലിൽ നിന്ന് പിടിച്ച് ഇത് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ഐസ് പോലും ഇട്ടിട്ടില്ല, നല്ല ഫ്രഷ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് ഇന്ന് മീൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പറയല്ലേ ചേട്ടാ, ഇന്ന് താഴത്തെ കച്ചവടമാണ്. കഴിഞ്ഞേട്ടൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ.
കൈനീട്ടം തരാന്ന് വെച്ചാലേ അവള് ജോലിക്ക് പോയി. എൻ്റെ കയ്യിൽ തരാനാണെങ്കിൽ ചില്ലറിയില്ല. അതിന് ചില്ലറ വേണമെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതാവുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യം, നിങ്ങൾക്ക് സൗകര്യം. മീനാറണ പൈസ എന്നൊന്നും ചീത്ത പേരുണ്ടാവില്ലല്ലോ. ഓ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ആയാ? ആയോ എന്നാ ഇപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്തവരാരാണ് ചേട്ടാ? മുറുക്കാൻ കടക്കാരുടെ കയ്യിൽ വരെ ഗൂഗിൾ പേ ആണ്. അതെന്തായാലും സൗകര്യമായി. ഇനി കയ്യിൽ ചില്ലറ കൊണ്ട് നടക്കണ്ടല്ലോ. ചില്ലറ വേണ്ടത് മാത്രമല്ല ചേട്ടാ, ഗൂഗിൾ പേ വന്നോണ്ടേ പൈസ റോട്ടിലും വീണ് പോവില്ല, പോക്കറ്റ് അടിക്കൂല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞു വരുമ്പോൾ ഞാനൊരു സഖാവാ. പക്ഷേ ഈ ഗൂഗിൾ പേ കൊണ്ടുവന്ന പരിപാടി കേന്ദ്രത്തിൻ്റെ, അത് 100-ൽ 100 മാർക്ക് കൊടുക്കാം. സഖാവേ, ഇത് കേന്ദ്രം കണ്ടുപിടിച്ചതെന്ന് ആരാ പറഞ്ഞത്? ഇത് നമ്മുടെ ക്യൂബയിലാണ് ഉണ്ടായത്. മാത്രമല്ല ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളിലും ഇത് പണ്ടേ വന്നതാ. അത് കണ്ടിട്ടാണ് ഈ കേന്ദ്രം ഇത് ഇവിടെ നടപ്പിലാക്കിയത്. അറിയാമോ? അതിന് തനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആഹാ, എനിക്കെങ്ങനെ അറിയാമെന്നാ? എടോ, നമ്മുടെ സ്വന്തം അഭിമാനി പത്രം വായിക്കണം. അതിനകത്തേ ഇതിനെപ്പറ്റി വലിയൊരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. ആ ശരി ശരി, തൻ്റെ വീരസം കേട്ട് എന്നാലും എൻ്റെ കൊട്ടകാലിയാവില്ല. മീൻ ചീഞ്ഞു പോവും. ആ മീനെ 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 മീനെ, അയല ചാള ചെമ്മീൻ കരിമീൻ. മീനെ 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 മീനെ, അയല ചാള ചെമ്മീൻ മീനെ മീനെ. അല്ല മഹാമന്ത്രി, ഈ ഗൂഗിൾ പേ എല്ലാം നാട്ടിൽ ഇത്രയും പ്രചാരത്തിലായി അല്ലേ? അതിശയം തന്നെ. ഇത്രയും വിജയിക്കുമെന്ന് നാം പ്രതീക്ഷിച്ചതേയില്ല. അങ്ങ് മാത്രമല്ല, പല നേതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പണ്ടൊരു മുൻമന്ത്രി പറഞ്ഞില്ലേ ഇവിടെ ഒന്നും നടക്കില്ല എന്ന്. മുറുക്കാൻ കടക്കാരനും പെട്ടിക്കടക്കാരനും ഒരിക്കലും ഡിജിറ്റൽ ആകില്ല എന്ന്. അതെ അതെ, അത് തന്നെയാണ് അവരുടെ ആഗ്രഹവും. ഈ മീൻകാരനും ചെരുപ്പൂത്തിയും ഒന്നും ഒരിക്കലും ഡിജിറ്റൽ ആകരുതെന്നും എക്കാലവും അവർ തങ്ങളുടെ അടിമകളായി തുടരണമെന്ന് അവർ ആഗ്രഹിച്ചു. അതൊരു കുറ്റമല്ല. ജീവിതകാലം മുഴുവൻ അടിമകളായ അണികൾ ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. അത് വിടൂ, അവരുടെ പിന്നാലെ പോയാൽ നമ്മുടെ സമയം നഷ്ടമാകും. നമുക്ക് ഈ കാറ് കഴുകുന്ന മനുഷ്യനെ അടുത്തറിയാൻ ശ്രമിക്കാം. അയാളെ കണ്ടാൽ ഒരു മാന്യനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പണക്കാരനായ മനുഷ്യൻ സ്വയം കാറ് കഴുകുകയില്ലല്ലോ. അങ്ങനെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല തിരുമേനി. ഭാര്യമാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം അടിമുടി മാറും. അതെന്താ മന്ത്രി താങ്കൾ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാണാൻ പോകണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ തിരുമേനി. വരൂ, നമുക്ക് അയാളെ പിന്തുടരാം. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആ പഴയ കാലഘട്ടത്തെ ഓർമ്മ വരും. ഒരു നൊസ്റ്റാൾജിയ. ഒരു 10 വയസ്സ് പ്രായം കുറഞ്ഞ പോലെ തോന്നുക ഇല്ലേ? എന്താ ഇയാൾക്ക് തോന്നണേ? ഡേയ്, ഇയാൾ എന്ത് കേട്ടിരിക്കുക? ഞാൻ ദേ പാട്ട് കേട്ടിരിക്കുവായിരുന്നു. ഓ, ഏത് പാട്ട്? നമ്മുടെ പഴയ പാട്ട്. ഏത്? ജവാദാക്കിയ. നല്ല മനോഹരമായ മെലഡി. നമ്മുടെ ചെറുപ്പകാലത്തിലെ സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ അല്ലേ ഇത്? ജവാദാക്കിയ തോ ആനാ പടേഗാ. നല്ല മനോഹരമായ പാട്ടാ. പക്ഷെ എനിക്ക് ഇതിന്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് കൊണ്ട് കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ നല്ല ഹിന്ദി പണ്ഡിറ്റൊക്കെ അല്ലേ? എനിക്ക് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാ. ഇതിന്റെ അർത്ഥം അറിയണം? ഞാൻ പറഞ്ഞുതരട്ടെ. ജോ എന്ന് പറഞ്ഞാലേ ദോ, ദോ എന്ന് പറഞ്ഞാൽ 2. മനസ്സിലായോ? വാദ, ജോ വാദ, വാദ എന്ന് പറഞ്ഞാൽ വട. അപ്പൊ എന്താ? 2 വട. കിയ, കിയ എന്ന് പറഞ്ഞാൽ കഴിച്ചു. മനസ്സിലായേ? അപ്പൊ 2 വട കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചാൽ. മനസ്സിലായ? ആന, ആന എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയിലും ആനേനെയാണ്. പടേക, പഠിക്കും. അപ്പൊ എന്താ? ആന പഠിക്കും. ജോ വാദ കിയാത്തോ ആന പടേക. 2 വട കഴിച്ചാൽ ആനയും പഠിക്കും. പോ ചേട്ടാ, അതൊന്നും അല്ല അതിന്റെ അർത്ഥം. ഇയാളെ സിനിമ കാണാത്തോണ്ടാ. സിനിമ കണ്ടിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായേനെ. അറിയോ സിനിമയിലത്തെ സിറ്റുവേഷൻ? പണ്ട് ഒരു മലയാളി നോർത്ത് ഇന്ത്യ പോയിട്ട് ചായക്കട പഠിക്കും. ആ ചായക്കടയിലെ പരിപ്പുവട ഭയങ്കര ഫേമസ് ആയിരുന്നു. ചെറുപ്പത്തിൽ നമ്മുടെ കാരണന്മാര് പറയില്ലേ, മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല റിസൾട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിപ്പുവട വൈകുന്നേരം തരാന്നൊക്കെ പറയില്ലേ? അതുപോലത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. അതുപോലെ ആനേനെ പഠിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ആനയ്ക്ക് വരെ അങ്ങോട്ട് വട മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആന വരെ പഠിക്കുന്നതാണ് അവിടെ നാട്ടിലെ ചോദ്യം. ഇപ്പൊ മനസ്സിലായി.
ചേട്ടനൊരു പണ്ഡിറ്റ് തന്നെ. അദ്ദേഹം ഇത്രക്കാരനാണോ മന്ത്രി? കണ്ടാൽ പറയില്ല ഒരു പഞ്ചാര കുഞ്ചുവാണെന്ന്. എൻ്റെ മാവേലി റിട്ടയർ ആയി കഴിഞ്ഞാൽ ഈ വല്യപ്പന്മാരുടെ കയ്യിലിരിപ്പ് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. ഇത് ചെറിയ പൂരം, ഇനി കാണാൻ പോകുന്നതല്ലേ വലിയ പൂരം. കൂട്ടുകാരി എന്തെങ്കിലും ഓടിക്കും. അവൻ നമ്മൾ ഹിന്ദിയിലൊന്ന് പറയണ്ട്, തെറിയാണോ സംശയം. അവനൊക്കെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇത് സകല നാട്ടിൽ കൊടുത്തിട്ടാണ് ഇന്നൊക്കെ ഈ പോക്കരത്തരം കാണിക്കുന്നത്. അതെ, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വിട്ട കാലത്ത് പഠിച്ചതിന് ഇവരെ ബുദ്ധിമുട്ടുണ്ടാവായിരുന്നാ. അത് ശരിയാണ്. കഷ്ടം. ബാലമാഷിരിക്കും, നമുക്ക് ബാലമാഷോട് ചോദിക്കാം. ഒരു ബംഗാളി പയ്യലാണ് പോണുണ്ടായിരുന്നു. അവനെ ഒരു നാണോ ഇല്ലാണ്ട് ഈ അമ്പലത്തിന്റെ ചുറ്റുമതിലും മൂത്രമൊഴിച്ചായിരുന്നു. എനിക്കപ്പോൾ ദേഷ്യമാണ് പോകാൻ പറഞ്ഞു. അപ്പൊ അവനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഹിന്ദിയിലൊരു ചീത്ത. ബാലമാഷി ഹിന്ദി പഠിച്ചിട്ടല്ലേ, എനിക്ക് അതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തന്നെ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവൻ എന്താ പറഞ്ഞേ? എന്റെ മുഖത്ത് നോക്കി ചോദിക്കാണ് തൂഹേ കോണെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാ ഏത് കോണത്തിലെ കോപ്പനാവും. അത് ശരി, അവൻ ശരിയാക്കണ. പക്ഷേ ആപ്പ് ഹേ കോൺ എന്ന് പറയാ എന്താ എന്നാ അവൻ നോക്കി വിളിച്ചേ? അവ അങ്ങനെ പറഞ്ഞ ആപ്പ് എന്ന് പറഞ്ഞ അപ്പൻ, കോൺ. ആ, നിന്റെ അപ്പൻ ഏത് കോണത്തിലെ കോപ്പനാണ് പറഞ്ഞവൻ നിന്റെ അപ്പനെ കയറി പറഞ്ഞിട. എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ അപ്പനെ കയറി പറഞ്ഞ പുറത്ത് വിടില്ല. ഞാൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. വെറുതെ അല്ലല്ലോ നമ്മുടെ നാടുകളിലാവും. ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ചിട്ട് ഇവർക്ക് എന്താണ് മന്ത്രി ഗുണം? യാതൊരു മെച്ചവുമില്ല തിരുമേനി. ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഒരുതരം സാഡിസം അല്ലേ മന്ത്രി? ഈ മലയാളികൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഉഡായിപ്പ് ടീമുകളായി മാറിയത്? ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ഒരുതരം ഉഡായിപ്പിന്റെ കേന്ദ്രമായിരുന്നു. ആഹാ, നിങ്ങൾക്കൊക്കെ രണ്ടും കരക്കേറി ഇരിപ്പുണ്ടല്ലോ. അവനൊക്കെ ആണുങ്ങളുടെ കൂസിയും കാണാൻ വന്നിരിക്കണതാകുമ്പോൾ അല്ല സഖവേ, ഇതെന്ത് ചപ്പാത്തി പലകയായിട്ട് കുളിക്കടവിലേക്ക്? മടുത്തടോ, ഈ ബഹുരാഷ്ട്ര കുത്തകളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതെന്താ സഖാവേ അങ്ങനെ പറഞ്ഞത്? ദേ ഇതൊന്ന് നോക്കിയേ, ഇതിനകത്ത് ഇനിയും 10 ദിവസം തേക്കുവാനുള്ള പേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ ഞെക്കിയാലും ഒരു തൊള്ളി ഇതിനകത്ത് നിന്ന് പുറത്തു വരില്ല. അങ്ങനെ അവർ ഈ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ബഹുരാഷ്ട്ര കുത്തകകളുടെ മാർക്കറ്റിംഗ് തന്ത്രം. നമ്മളെപ്പോലെയുള്ള പാവങ്ങളുടെ പണം പിഴിഞ്ഞെടുക്കുകയല്ലേ. അല്ല സഖവേ, ഇതിനകത്ത് നീ എന്ത് ഞെക്കിയെടുക്കാനാ? എല്ലാം തീർന്നില്ലോ. ഇനി ഞെക്കി ആ പ്ലാസ്റ്റിക് പൊട്ടിപ്പോലേ. താനൊക്കെ അതേ പറയൂ, താനും ഒരു പെറ്റി പൂഷയല്ലേ. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പേസ്റ്റ് കൊണ്ട് ഇനിയും 10 ദിവസം കൂടി പല്ല് തേക്കും. ഞങ്ങൾ സഹാക്കൾക്ക് നേരെയുള്ള ബഹുരാഷ്ട്ര കുത്തകളുടെ ചൂഷണത്തിന് ഞാൻ നിന്നു കൊടുക്കില്ല. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ പൊരുതും. അല്ല സഖാവ്, ഈ കുളിക്കടവിൽ നിന്നുകൊണ്ട് എങ്ങനെയാ ബഹുരാഷ്ട്ര കുത്തകളെ എതിർക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ നോക്കിക്കോ, ഞാൻ എങ്ങനെയാ ഈ ബഹുരാഷ്ട്ര കുത്തകളെ തകർക്കുന്നതെന്ന്. ഞങ്ങൾ സഖാക്കളോടാ കളി. തനിക്കൊക്കെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ശീലമുള്ളൂ. പക്ഷേ ഞങ്ങൾ സഹാക്കൾ അങ്ങനെയല്ല. ഏതു കൊമ്പത്തെ ബഹുരാഷ്ട്ര കുത്തയാണെങ്കിലും ഞങ്ങൾ അവരെ പിഴിഞ്ഞെടുത്തിരിക്കും. പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ സഹാക്കൾ ആരാണെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്താ മന്ത്രി നമ്മെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്? ഇല്ല, അടിയനങ്ങ് തള്ളിയില്ല തിരുമേനി. അതെയോ, ആരെയോ നമ്മെ തള്ളിയതുപോലെ തോന്നി. വീഴാൻ പോയി. ഓ അത് ഈ സഖാക്കളുടെ തള്ളു കേട്ടിട്ട് അങ്ങ് വീഴാൻ പോയതാ തിരുമേനി. അപ്പോൾ താങ്കൾ എന്താണ് ഈ തള്ളലിൽ വീഴാതിരുന്നത്? അടിയൻ ഇത്തരം തള്ളലുകൾ നിത്യവും നിരവധി തവണ അനുഭവിക്കുന്നതല്ലേ.
ഇപ്പോൾ എത്ര തള്ളിയാലും പ്രശ്നമില്ല, അതൊരു ശീലമായി. അല്ല മന്ത്രി, എന്തിനാണ് ഈ സഖാക്കൾ നിത്യവും ഇങ്ങനെ തള്ളുന്നത്? ഇതൊക്കെ അവരുടെ വർഗ സ്വഭാവമാണ് തിരുമേനി. ഇങ്ങനെയൊന്നും കാണിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ എടുത്തൊരു തള്ളും. അങ്ങ് മൂത്ത നേതാക്കന്മാർ മുതൽ ലോക്കൽ നേതാക്കന്മാർ വരെ തള്ളുവിദഗ്ധ തിരുമേനി. എന്നിട്ടോ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഗോഡൌണിന് മുന്നിലോ കമ്പനി പടിയുടെ മുന്നിലോ പോയി നിന്ന് കുറച്ചു നേരം നോക്കുകൂലിയും വാങ്ങി പുട്ടടിച്ച് ജീവിക്കുക. നോക്കുകൂലിയോ? അതെന്താ? നമുക്ക് മനസ്സിലായില്ല. നോക്കുകൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഇതിനെപ്പറ്റി അങ്ങ് പാർലമെന്റ് വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് 10. ചേട്ടോ 2 നല്ല കൺസ് സർവത്തില്ല, ജീരസോടെ ഇടും മതിയോ? എന്തായാലും വേണ്ടില്ല, നല്ലോണം തണുത്തായിക്കോട്ടെ. എന്താ ചൂട്, സഹിക്കാൻ പറ്റണില്ല. നമ്മുടെ സഖാവ് ഇവിടെ ഉണ്ടല്ല, ഇന്ന് പോയില്ലേ? പോണം. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ 2 കൈ കുപ്പി തോണം സഖാവേ. അതെ, ഈ നട്ടപ്പുറ വെയിലത്ത് പകലന്തിയോളം പണിയെടുക്കണം നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ആര് പണിക്കുവാൻ? ഈ നട്ടപ്പുറ വെയിലത്ത് പണിക്കുവാനായിട്ട് ഞങ്ങൾക്ക് എന്താ പ്രാന്തണ്ടാ? അല്ല സഖാവേ, അപ്പൊ ഈ വീട്ടുകാരൊക്കെ എങ്ങനെ നടക്കും? അതൊക്കെ അങ്ങോട്ട് നടന്നു പോവും, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയെടുക്കും. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. എങ്ങനെ നടക്കുന്ന സഖാവ് പറയണേ? എടോ, അതിനല്ല ഈ നോക്കുകൂലി എന്ന് പറഞ്ഞ ഇടപാടുണ്ടാക്കിയിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സാധനം കയറ്റി ഇറക്കുന്നത് കുറച്ചു നേരം പോയി നോക്കിയേക്കും. എന്നിട്ട് നോക്കുകൂലി എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു സംഖ്യ പിടിച്ചു വാങ്ങും. അതാണ് കുറച്ച് കാലമായിട്ടുള്ള ഞങ്ങളുടെ രീതി. അതൊക്കെ ഒരു തെറ്റല്ല സഖാവേ. അന്യന്റെ പണം അധ്വാനിക്കാതെ വാങ്ങിക്കുന്നത് പിടിച്ചു പറ എന്നല്ലേ പറയാ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ ഇതിലൊന്നൊരു തെറ്റുമില്ലാതെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം പറയണേ. പണമുള്ളവൻ്റെ പണം കുറച്ച് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കട്ടെ, അവന് സന്തോഷമായിട്ട് ജീവിക്കട്ടേന്നേ. അത് തന്നെയല്ലേ പണ്ട് കായംകുളം കൊച്ചൊന്നും ചെയ്തിരുന്നു എന്ന് പറയണത്. ഹേയ്, കായംകുളം കൊച്ചൊന്നിനെ തൊട്ട് കളിക്കണ്ട. അദ്ദേഹമാണ് ഈ കൊച്ചു കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് സഖാവ്. പണിയെടുക്കാതെ അന്യന്റെ പണം തട്ടിപ്പറിക്കുന്നത് തെമ്മാടിത്തരല്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഈ നോക്കൂലി എന്ന് പറഞ്ഞ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ രാജാവിൻ്റെ കാലത്ത് നമ്മൾ പണിയെടുത്താലും നമ്മൾ രാജാവിന് കപ്പം കൊടുത്തിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? പിന്നെ റോട്ടികൾ നടക്കണതിന് കപ്പം കൊടുക്കണം, കല്യാണം കഴിക്കണതിന് കപ്പം കൊടുക്കണം, ഇനി ഒരു കുട്ടി ഉണ്ടായാല അതിനും കപ്പം കൊടുക്കണം. എന്തിന് തൊട്ടേനും പിടിച്ചതിന് എല്ലാത്തിനും കപ്പം കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കരുത്. അത് ഇപ്പോഴും ഉണ്ടല്ലോ, പേരൊന്ന് മാറിയെന്ന് മാത്രം. നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുക്കാണ്ട് എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കും? ഒരു കച്ചവട സ്ഥാപനം തുടങ്ങണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ഒരു വീട് വെക്കാൻ പ്ലാൻ അപ്രൂവ്മെന്റ് കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ഒരു വണ്ടി റോഡിൽ ഇറക്കണമെങ്കിൽ റൂട്ട് കിട്ടാൻ കൈക്കൂലി കൊടുക്കണം. ഒരു ജോലി കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. എന്തിനാ അധികം പറയുന്നേ? സർക്കാർ ആശുപത്രിയിൽ നേരെ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഒരു പഴഞ്ചൊല്ലില്ലേ, ഏതോ രാജ തതോ പ്രജ. പോയി രാജാവിന് മാത്രമല്ല, രാജാവിന്റെ മക്കൾക്കും കപ്പം കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ചേട്ടാ ഒരു ചായ. അയ്യോ, ചായക്ക് ഗ്യാസ് ഇല്ലല്ലോ ചേട്ടാ. ചായക്ക് ഗ്യാസ് ഇല്ലേ? മനസ്സിലായില്ല. പോയി ഇപ്പൊ ചായക്കും ഗ്യാസ് ആയോ? മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ഗ്യാസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ചായക്ക് ഗ്യാസ് ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് കേട്ടത്. ചായക്ക് ഗ്യാസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, ചായ ഉണ്ടാക്കാൻ ഗ്യാസ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു ചായക്ക് ഇപ്പൊ ഗ്യാസായി തുടങ്ങിയത്. അല്ല ചേട്ടാ, നിങ്ങൾക്കല്ലേ കുറച്ച് ദിവസം മുമ്പ് പ്രധാനമന്ത്രിയുടെ എന്തോ പദ്ധതിയിൽപ്പെട്ട സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയത്? പ്രധാനമന്ത്രിയുടെ എന്തോ പദ്ധതിയല്ല, ഗ്രാമീണ ഉജ്ജ്വല യോജന പദ്ധതി. ആദ്യമൊക്കെ സൗജന്യമായിട്ട് നമുക്ക് കിട്ടും, പിന്നെ നമ്മൾ കാശ് കൊടുത്ത് കുറ്റി മേടിക്കണം. അത് വേണ്ടി വരുമല്ലോ, അല്ലാതെ ജീവിതാവസാനം വരെ പ്രധാനമന്ത്രി സൗജന്യമായിട്ട് ഗ്യാസ് തരുമെന്ന് പറയുന്നത് നടക്കില്ലല്ലോ. എന്താ സൗജന്യമായി എല്ലാവർക്കും ഗ്യാസ് കൊടുത്താൽ ആരെയും വീട്ടിൽ നിന്നുള്ള പണമല്ല കൊടുക്കണത്, നമ്മൾ ടാക്സ് അടക്കുന്ന പൈസ വെച്ചല്ലേ സൗജന്യ ഗ്യാസ് കൊടുക്കണത്. എൻ്റെ പൊന്നു സഖാവേ, നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പണം കൊണ്ട് ഓരോന്നിടത്ത് ഇങ്ങനെ സൗജന്യമായി നൽകിയാൽ നമ്മുടെ സമ്പദ്ഘടന താറുമാറാകില്ലേ? എന്താ അവതാളത്തിലേക്കാവുമെന്നാണ് താങ്കൾ പറയുന്നത്? ഇത്രയൊക്കെ സൗജന്യങ്ങൾ നൽകിയിട്ടും നമ്മൾ ഇന്ത്യയിൽ നമ്പർ 1 തന്നെയല്ലേ? എന്ത് സൗജന്യങ്ങൾ നൽകുന്നു എന്നാണ് സഖാവ് പറയുന്നത്? സൗജന്യമായി കിറ്റുകൾ നൽകുന്നു, ഫോൺ നൽകുന്നു,
ഇന്റർനെറ്റ് നൽകുന്നു, ലാപ്ടോപ്പ് നൽകുന്നു, ദാ ഇപ്പോൾ സൗജന്യമായി അരിയും നൽകുന്നു. ഇതെല്ലാം എങ്ങനെ നൽകുമെന്നാണ് സഖാവ് ധരിച്ചു വച്ചിരിക്കുന്നത്? വിവിധ രാജ്യങ്ങളിൽ നിന്നും വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് ഈ സൗജന്യങ്ങൾ നമ്മൾ നൽകുന്നത്. ഇങ്ങനെ കടം വാങ്ങി നാട്ടിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും 1 ലക്ഷം രൂപ കടമുണ്ട്. ഈ പോക്ക് പോയാൽ അധിക കാലം എടുക്കില്ല, ലങ്കയ്ക്ക് തുല്യമാണ്. അതൊക്കെ നിങ്ങൾ കുത്തക മുതലാളിമാരുടെയും മൂരാഴ്ചകളുടെയും കാഴ്ചപ്പാടാണ്. പിന്നെ കാണം വിറ്റ് ഓണം ഉണ്ണുക എന്നുള്ളത് മലയാളികളുടെ രീതിയാണ്. അതെ അതെ, കാണം വിറ്റ് ഓണം ഉണ്ടതിൻ്റെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയായി ഇപ്പോൾ. നിങ്ങളെ പോലുള്ള ബൂർഷ്വാസികളോട് സംസാരിച്ച് വെറുതെ ഞങ്ങളുടെ സമയം പാഴാവുകയുള്ളൂ. പൂണേക്കരയിലുള്ള ഒരു വീട്ടിലേക്ക് 1 ലോഡ് സാധനങ്ങളുമായി ഒരു ലോറി വരുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. വെറുതെ അവിടെ പോയി നിന്നാൽ മതി. ഉച്ചയാകുമ്പോഴേക്കും നോക്കുകൂലി ഇനത്തിൽ നല്ലൊരു തുക നമ്മുടെ പോക്കറ്റിലാക്കുകയും ചെയ്യാം. പണിയൊന്നും എടുക്കുകയും വേണ്ട, പരമസ്ഥ. അങ്ങനെ പണിയൊന്നും എടുക്കാതെ നോക്കൂലി മേടിച്ചും കൈക്കൂലി മേടിച്ചും നാടിൻ്റെ വികസനം ഇവർ കുട്ടിച്ചോറാക്കി. ചേട്ടാ, ആ വളവിൽ കാണുന്നതല്ലേ റെഡിമെയ്ഡ് മാക്സികളൊക്കെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന കേശവന്റെ വീട്? അത് തന്നെ കേശവന്റെ വീട്. അല്ല, മനസ്സിലായില്ല, നിങ്ങളാരാ? എന്നോട് പേര് സെൽവം. ഈ എന്നോട് പൊണ്ടാട്ടി മീനാക്ഷി. ഞങ്ങള് തഞ്ചാവൂര് റെഡിമെയ്ഡ് ഷോപ്പ് നടത്താണ്. ചേട്ടാ, കേശവന്റെ ഇപ്പോഴത്തെ വീട് എവിടാ? അത് തന്നെയല്ലേ ഇപ്പൊ പച്ചമലയാളത്തിൽ പറഞ്ഞേ. അല്ല ചേട്ടാ, കേശവൻ ഇപ്പൊ താമസിക്കുന്ന വീട് എവിടെന്നാ ചോദിച്ചത്. എടോ, അത് തന്നെയാണ് കേശവന്റെ വീട്. അത് ഞങ്ങൾക്ക് അറിയാം ചേട്ടാ. അയാൾ ഇപ്പൊ അവിടുന്ന് എവിടേക്ക് പോയെന്നാണ് ചോദിക്കുന്നത്. അയാളിപ്പോ വല്ല പണിക്കോടുണ്ടാവും. ഓ, അതല്ല ചേട്ടാ, അത് അയാളുടെ പഴയ വീട്. അത് വിറ്റ് അയാൾ ഇപ്പോൾ എവിടേക്ക് പോയെന്നാ ചോദിക്കണത്. എടോ അണ്ണാച്ചി, അയാളെ വിറ്റിട്ടില്ല, എവിടേക്ക് പോയിട്ടില്ല. അത് തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെയും വീട്. അതല്ല ചേട്ടാ, മുമ്പ് അവിടെ ഒരു കുടിലായിരുന്നല്ലോ, ഇപ്പൊ ഒരു ടെറസ് വീട്. അതെന്താന്നാ ചോദിച്ചത്. അതെന്താ, അയാൾക്ക് ടെറസുള്ള വീട് പണിയാൻ പാടില്ലേ? പാടില്ലെന്നല്ല, അയാൾക്ക് ഇതിന് മാത്രം കാശ് എവിടെ നിന്ന് കിട്ടി? 6 മാസം മുന്നേ ഞങ്ങളുടെ കടയിൽ നിന്ന് 25,000 രൂപയുടെ തുണി അയാൾ വാങ്ങിച്ചോണ്ട് പോയി. കുറേശ്ശെ ഇൻസ്റ്റാൾമെന്റായി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അയാൾ അടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ പെട്ടെന്ന് ഇതുപോലെ ഒരു ടെറസ് വീട് വെക്കുന്നത്? താൻ അറിഞ്ഞില്ലേ, അയാൾക്ക് ലോട്ടറി അടിച്ചടോ. ലോട്ടറി അടിച്ചാ? സുഹൃത്തെ, അയാൾക്കെന്നല്ല, ഭാരതത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും അടിച്ച ലോട്ടറിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതിന് പ്രധാനമന്ത്രിയും ലോട്ടറിയും തമ്മിൽ എന്താ ബന്ധം? പ്രധാനമന്ത്രിയും ലോട്ടറിയായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഭാരതത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് അടിച്ച ലോട്ടറിയാണ് പ്രധാനമന്ത്രി. സ്വന്തമായി വീടില്ലാത്ത പാവങ്ങൾക്ക് 3 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് വയ്ക്കാൻ കൊടുക്കുന്നത്. അതൊരു ലോട്ടറി അല്ലേടോ? ഇപ്പൊ മനസ്സിലായി. പ്രധാനമന്ത്രി വീട് വെക്കാൻ മാത്രമല്ല, 10 ലക്ഷം രൂപ വരെ പാവങ്ങൾക്ക് കച്ചവടം തുടങ്ങാനേ ബാങ്കിൽ നിന്ന് പലിശ ഇല്ലാതെ ലോൺ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്തോ മുദ്ര ലോൺ എന്നാണ് അതിന്റെ പേര്. ചേട്ടാ, ഞങ്ങളങ്ങ് തഞ്ചാവൂര് ഒരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയത് അങ്ങനെയാ. അത് മാത്രമല്ല, ഞങ്ങളുടെ മോൻ പ്രധാനമന്ത്രിയുടെ അഗ്നിപഥ പദ്ധതി വഴി 3 കൊല്ലം മുമ്പും പട്ടാളത്തിൽ ചേർന്നു. അടുത്ത വർഷം അവൻ റിട്ടയർഡ് ആകുമെന്നാണ് പറഞ്ഞു കേട്ടത്. 25 ലക്ഷം രൂപ വരെ കാശ് കിട്ടും എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തഞ്ചാവൂർ അവനൊരു മിനി ഇൻഡസ്ട്രി തുടങ്ങണമെന്ന് അവന്റെ ഐഡിയ. പ്രധാനമന്ത്രി ഞങ്ങൾക്ക് കടവുൾ മാതിരി. പ്രധാനമന്ത്രി കടവുൾ മാതിരിയല്ലേ, കടവുൾ താനേ, പാവപ്പെട്ടവരുടെ കടവുൾ. അല്ല മന്ത്രി, ഈ പ്രധാനമന്ത്രി ഇത്രയും ജനപ്രിയനാണോ? സംശയം എന്ത് തിരുമേനി? ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനപ്രിയനും വികസന നായകനുമല്ലേ നമ്മുടെ പ്രധാനമന്ത്രി? പാവങ്ങൾക്ക് വേണ്ടി എത്രയോ നല്ല പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. സത്യത്തിൽ എനിക്ക് അത്ര വിശദമായി അറിയില്ല, ഒന്ന് പറയൂ. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു, കത്തിക്കാൻ ഗ്യാസ് നൽകി, സൗജന്യമായി വൈദ്യുതി കണക്ഷൻ കൊടുത്തു, തൊഴിലുറപ്പ് പദ്ധതി വഴി വരുമാനം നൽകാൻ തുടങ്ങി, ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി നൽകി, കച്ചവടത്തിന് ജാമ്യമില്ലാതെ 10 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ വഴി നൽകാൻ തുടങ്ങി. അങ്ങനെ എത്രയെത്ര പദ്ധതികൾ. ഇതെല്ലാം സത്യമാണോ മന്ത്രി? ഗംഭീരം തന്നെ, മഹാകേമൻ തന്നെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി, സംശയമില്ല. അത് മാത്രമല്ല തിരുമേനി, ഇന്ന് ലോകം ആദരിക്കുന്ന വലിയൊരു നേതാവാണ് അദ്ദേഹം. ദരിദ്രമായിരുന്ന ഭാരതത്തെ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയ അദ്ദേഹം മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ വലിയ വലിയ ഉപകരണങ്ങൾ മുതൽ മൊബൈൽ ഫോണുകൾ വരെ നമ്മൾ ഭാരതത്തിൽ നിർമ്മിച്ച് പുറത്തായി കയറ്റി അയക്കാൻ തുടങ്ങി. അങ്ങനെ ഭാരതം വെച്ചടി വെച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. മനസ്സ് കുളിരുന്ന വാർത്ത തന്നെ മന്ത്രി. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. വിദേശങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ പഠിക്കുവാൻ നമ്മുടെ നളന്ദ, തക്ഷശില പോലുള്ള സർവകലാശാലകളിൽ വന്നിരുന്നു. വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങി നിരവധി മേഖലകളിൽ
നമ്മുടെ ഋഷിവരന്മാർ ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ എന്തേ നമ്മുടെ കേരളത്തിന് മാത്രം ഇങ്ങനെ ഒരു വികസന മുരടിപ്പുണ്ടായി? അഴിമതി, സ്വജനപക്ഷപാതം, അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ മുതൽ തട്ടിയെടുക്കാനുള്ള മോഹം, അങ്ങനെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് ഏറെയാണ് തിരുമേനി. കലികാല വൈഭവം അല്ലാതെന്ത് പറയാൻ? മലയാളികൾക്ക് എന്ന് ബോധോദയം ഉണ്ടാകുന്നുവോ അന്നേ ഈ നാട് രക്ഷപ്പെടും. അല്ല സഖാവേ, മാവേലി ഈ തവണ ഓണത്തിന് മുമ്പ് തന്നെ കേരളത്തിലെത്തിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാനും കേട്ടു. അത് പാർട്ടിക്ക് വലിയ തലവേദനയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്. അതേ സഖാവേ, അത് നമുക്ക് ദോഷം ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അയാളെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് എൻ്റെയും ഭയം. നമ്മുടെ കള്ളത്തരങ്ങളും മറ്റും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലോട്ടാക്കും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അടിയന്തരമായി ഞാൻ ഈ കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടിയത്. അതെ അതെ, ജനങ്ങളെല്ലാം മഹാബലിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരുടെ അഴിമതിയെക്കുറിച്ചുമൊക്കെയാണ് നാട്ടിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ. വീണ്ടും ഒരു മാവേലി ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൊതുവെയുള്ള സംസാരം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ ചൊല്ല്. നമ്മുടെ ഭരണകാലത്ത് നേട്ടങ്ങളെല്ലാം നേതാക്കന്മാർക്കും അവരുടെ മക്കൾക്കും മാത്രം ലഭിക്കുന്നുള്ളൂ എന്നാണ് ജനങ്ങളുടെ പൊതുവെ സംസാരം. അതെ, അത്തരം ഒരു ജനസംസാരമുണ്ടായാൽ നമ്മുടെ പാർട്ടിയുടെ ജനകീയ അടിത്തറ തകരാൻ കാരണമായേക്കാം എന്നാണ് എൻ്റെ അനുമാനം. ജനകീയ അടിത്തറ തകരുക മാത്രമല്ല സഖാവേ, ഇനി നമുക്കൊരു അഴിമതി നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു ചേരും. അങ്ങനെ വന്നാൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും എന്ത് ചെയ്യും? സഖാവിന് പേടിക്കാനൊന്നുമില്ല, മക്കളൊക്കെ നല്ല നിലയിൽ എത്തിയല്ലോ. അതെ അതെ, സഖാവിൻ്റെ കാര്യം ഒരു നിലയിലെത്തി. IT കമ്പനിയായി, ഹോട്ടലായി, പല പല രാജ്യങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളായി. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ. 2 സൊസൈറ്റിയിൽ കയറി പെരുമാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവന്മാർ പിടിച്ചു. ഇപ്പം മേലെ ആകാശവും താഴെ ഭൂമിയും എന്ന നിലയിലായി. നിർത്ത്. ഇപ്പോൾ അത് ചർച്ച ചെയ്യാനല്ല നമ്മൾ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം ഈ മാവേലിയെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിൽ തെറ്റെനിക്ക് ക്ഷമിക്കണം. തൽക്കാലം നമ്മുടെ പഴയ നടപടി അങ്ങ് എടുത്താലോ? നമ്മുടെ പതിവ് പരിപാടി, കുലംകുത്തികൾക്ക് കൊടുക്കുന്ന പതിവ് പരിപാടി. അത് വേണ്ട. പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അത് നമ്മൾക്ക് തന്നെ ദോഷം ചെയ്ത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? അതൊക്കെ ആലോചിക്കാൻ തന്നെയാണല്ലോ യോഗം കൂടിയിരിക്കുന്നത്, അല്ലാതെ ചുമ്മാ പരിപ്പോടെ നിന്ന് സ്ഥലം കാലിയാക്കാനാണോ? അല്ല സഖാവേ, നമുക്ക് നമ്മുടെ ദിവ്യാസ്ത്രം എടുത്തൊന്ന് പ്രയോഗിച്ചാലോ? താൻ വളച്ചൊടിക്കാതെ കാര്യം പറയുന്നു. അതേ സഖാവേ, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ആ ദിവ്യാസ്ത്രം തന്നെ സ്ത്രീപീഡനം. അതിപ്പോഴൊന്ന് പ്രയോഗിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ടെന്താ, ആ അസ്ത്രം ശരിക്കും ഏറ്റില്ലേ? ആ പയ്യൻ നാറാണക്കല്ലെടുത്തില്ലേ? ഇനി അവനെ തലയിൽ മുണ്ടിടാതെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? മാത്രമല്ല അവൻ്റെ രാഷ്ട്രീയ ഭാവി തകർന്ന് തരിപ്പണമായില്ലേ? അതെ, അത് മതി. അത് നിരവധി തവണ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച അസ്ത്രം തന്നെയാണ്. അത് ഇവിടെയും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നടപടി ആരംഭിക്കാമല്ലേ? തീർച്ചയായും. ഒട്ടും അമാന്തം വേണ്ട. എന്തിനും ഏതിനും കേന്ദ്ര കമ്മിറ്റി കൂടെയുണ്ട്. പതിവ് രീതികളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ ഓണത്തിന് മുൻപ് തന്നെ കേരളത്തിലെത്തി വിവാദം സൃഷ്ടിച്ച മഹാബലി തമ്പുരാൻ മറ്റൊരു വിവാദ കുരുക്കിൽ. കേരളത്തിൻ്റെ ഗതാഗതത്തെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ട് ബസ്സിൽ സഞ്ചരിക്കവേ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി. മഹാബലി തമ്പുരാൻ്റെ കൈകൾ തൻ്റെ ദേഹത്ത് 2 പ്രാവശ്യം സ്പർശിച്ചു എന്ന് ആ സ്ത്രീ തൻ്റെ സോഷ്യൽ മീഡിയയിലെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതിനകം ഈ വീഡിയോ കേരളക്കരയാകെ വൈറലായി കഴിഞ്ഞു. കേരളത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ ഭയാനകമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രോഗ്രസീവ് കോൺഗ്രസ് പ്രസിഡന്റ് ചക്കരപ്പറമ്പിൽ ചാക്കോച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പീഡനം കേരളത്തിനൊരു പുത്തിരിയല്ല. പക്ഷേ സന്ദർശനത്തിനെത്തിയ മാവേലി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നത് അതീവ ഗുരുതരമായ ഒരു കുറ്റകരം തന്നെയാണ്. ഇതിനെതിരെ ഞാനും എൻ്റെ പാർട്ടിയും ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതിനെതിരെ ധർണയും മറ്റു കാര്യപരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. മലയാളി മംഗങ്ങളോട് മാന്യതയില്ലാതെ പെരുമാറുന്ന വ്യക്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം SI കുറ്റിച്ചുരുൽ കുഞ്ഞപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു സന്ദർശന വിസയിലെത്തിയ ഒരു വ്യക്തി നമ്മുടെ മലയാളി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നത്
നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കൂടാതെ എത്ര ഉന്നതനായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കേരളക്കരയാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സാറേ, ഇയാളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ മാവേലി തമ്പുരാൻ. ബസ്സിൽ കയറി സ്ത്രീകളെ പീഡിപ്പിക്കില്ല ഇവന്റെ പ്രധാന ഹോബി. ആണോടോ? ആ സ്ത്രീകളെ പീഡിപ്പിച്ചോ? ഇല്ല ബഹുമാനനായ നിയമപാലക, ആരെയും പീഡിപ്പിച്ചിട്ടില്ല. എല്ലാം ഒരു കെട്ടുകഥ മാത്രം. ഞാൻ പീഡിപ്പിക്കാതെ പീഡിപ്പിച്ചെന്ന് പറയാൻ അവർക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മുടെ പോലീസ് മുറി പ്രയോഗിക്കും സാറേ. തത്ത പറയുന്നല്ലോ അവൻ പറയും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ. ഇതിനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിരിക്കണം. സാറേ ഒന്ന് വന്നേ. സാറേ, ഇയാളൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ആ വീഡിയോ മുഴുവനും കിട്ടും. ഇത് നമ്മുടെ മറ്റേ കോഴിക്കോട് കേസ് അതേപോലെ തട്ടിപ്പാണിത്. ആ സ്ത്രീ തന്നെയാണ് ഇതിലും കക്ഷി. സാറേ, അധികം തല്ലാൻ നിൽക്കണ്ട. ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയ്ക്കാൻ എന്ത് ചെയ്യൂടോ? നാട്ടുകാരോട് അറിയുകയും ചെയ്ത് പിടിച്ചിട്ട് വരികയും ചെയ്ത് കൊണ്ടാടങ്ങി. സാറേ, എന്താണെങ്കിലും നനഞ്ഞു. പിന്നെ നമ്മൾ കുളിച്ചു കയറുന്നതിൽ അതിൻ്റെതായ ഒരു രീതി. മനസ്സിലായില്ല. അയാളുടെ ദേഹത്ത് കണ്ടല്ലേ അതെങ്ങനെ പിടിച്ചെടുക്കണം. അത്രയും സോമ്പം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരാ? പക്ഷെ അതൊക്കെ ഇങ്ങനെ നടക്കും. അതൊക്കെ ശരിയാക്കാം. സാറ് നിന്ന് വന്നാൽ മതി. എൻ്റെ പൊന്നു മാവേലി തമ്പുരാനെ, ഇത് വലിയ പ്രശ്നത്തിലായല്ലേ ഇപ്പം. സ്ത്രീ പീഡനത്തിനെ ചുരുങ്ങിയത് 12 വർഷമാണ് ശിക്ഷ. പാലോട് പോലും കിട്ടില്ല. മാത്രമല്ല, അങ്ങേക്ക് ഇനി പാതാളത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം പ്രശ്നമാവുന്ന ലക്ഷണമാണല്ലോ മഹാബലി തമ്പുരാനെ. അങ്ങേക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹമില്ലേ? എനിക്കെന്തായാലും പാതാളത്തിലേക്ക് മടങ്ങിയേ പറ്റൂ. അതെന്റെ പ്രതിജ്ഞയാ. നമുക്ക് CAക്ക് പണം കൊടുത്തിട്ട് കേസ് ഒതുക്കി തീർക്കാം. അതിന് നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. പണമില്ലെങ്കിൽ എന്താ, സ്വർണമുണ്ടല്ലോ കയ്യിൽ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ? എൻ്റെ പൊന്നു മാവേലി, ജയിലിൽ പോയി കിടക്കണേക്കാൾ ഭേദം ഈ സ്വർണ്ണക്ക് ആ CAക്ക് കൊടുത്താൽ അദ്ദേഹം ഈ കേസ് തീർപ്പാക്കും. CAക്ക് മാത്രമല്ല, ഷെയർ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. സമ്മതമാണെങ്കിൽ നമുക്ക് ഈ കേസ് തീർക്കാം. അങ്ങേക്ക് സന്തോഷമായിട്ട് പാതാളത്തിൽ പോവുകയും ചെയ്യാം. ആ കാഞ്ചൂരി വസ്ത്രങ്ങളും കൂടെ ഊരി വെച്ചോ. അതെ, ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ വിട്ടുന്നെങ്ങാനും നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ശരി, നോം ആരോടും പറയില്ല. എത്രയും പെട്ടെന്ന് പാതാളത്തിലോട്ട് മടങ്ങിക്കൊള്ളാം. പ്രിയപ്പെട്ട എൻ്റെ പ്രജകളെ, ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായ കാരണം നമുക്ക് നമ്മുടെ ഈ പര്യടനം ഇവിടെ അവസാനിപ്പിച്ച് പാതാളത്തിലേക്ക് മടങ്ങുവാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പതിവിൽ നിന്നും വിഭിന്നമായി ഈ പ്രാവശ്യം നാം മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്നുള്ളൊരു ദുഃഖം ബാക്കിയുണ്ട്. ദുഃഖിക്കേണ്ടത് അവിടെ നിന്നല്ല, മറിച്ച് ഞങ്ങളാണ്. കള്ളക്കേസിൽപ്പെടുത്തി അപമാനിച്ചത് ഞാനടക്കമുള്ള സമൂഹമല്ലേ? ഛേ, അവിവേകം പറയാതിരിക്കൂ മന്ത്രി. ഇതിനേക്കാൾ എത്രയോ വലിയ ദുഃഖമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ദേവന്മാർ എനിക്ക് നൽകിയത്. അതും നോം ക്ഷമിച്ചില്ലേ? അതുപോലെ ഇതും നോം ക്ഷമിച്ചിരിക്കുന്നു.
ഈ അനിഷ്ട സമ്പത്തിൻ്റെ പേരിൽ അങ്ങനെ മലയാള നാട്ടിലേക്ക് വരാതിരിക്കല്ലേ തിരുമേനി? ഒരിക്കലുമില്ല. നമുക്ക് നമ്മുടെ പ്രജകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണുക എന്നത് മാത്രമാണ് മോഹം. ബാക്കിയെല്ലാം മറക്കാനും പുറക്കാനും നമുക്ക് സാധിക്കും. ശരി, ഇനി ഓണക്കാലത്ത് പതിവ് പോലെ ഈ മലയാളക്കരയിലേക്ക് വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഇടവരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നാം യാത്ര പറയുകയാണ്. വിടരുതവനെ, കള്ളനവൻ. അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് വിചാരിച്ചു അല്ലേ? പോലീസുകാരോടെ കളി ചോട്ടി നിന്നു മോട്ടും പേരോട്ടക്കളവാ. നിയമപാലക, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം, തനിക്കെല്ലാം മനസ്സിലാക്കി തരാം. കൂട്ടത്തി ഞങ്ങൾ ആരാണെന്നും. താൻ എവിടേക്കും പോകുന്നില്ല, നടക്ക് പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തല്ലേ? ഒരു പ്രശ്നവും തീർന്നിട്ടില്ല, തോട്ടെങ്ങാ പോണേയുള്ളൂ. കുറെ മുക്കുവണ്ടങ്ങൾ തന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് നാട് വിടാന്ന് കരുതിയോ? നടക്കില്ല മോനെ, നടക്കില്ല. ഞങ്ങളുടെ ഭാഗ്യത്തിന് ബാങ്കി മാനേജർ കംപ്ലൈന്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അകത്താകേണ്ടതാണ് ഈ മുക്കുവണ്ടം പണയം വെച്ചതിന്. മുക്കുവണ്ടങ്ങളോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ആഭരണങ്ങളെല്ലാം പണിതിരിക്കുന്നത് തനി തങ്കത്തിലാണ്. കാലാകാലങ്ങളായി മാവേലി തമ്പുരാന്റെ ആഭരണങ്ങളെല്ലാം ക്ഷേത്രത്തിലെ ഈ അടച്ചുറപ്പുള്ള നിലവറയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത ആ നിലവറയുടെ താക്കോൽ പോറ്റിയുടെ കയ്യിലാണുള്ളത്. സംശയം ഉണ്ടെങ്കിൽ പോറ്റിയോട് ചോദിച്ചു നോക്കൂ. ആരോട്? ദേ ഈ പോറ്റിയോട്. പോറ്റിയേ മാവേലി തമ്പുരാന് ഞങ്ങളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് പൊറുക്കണം. അങ്ങ് ഇനിയും കേരളത്തിലേക്ക് വരണം. പോലീസുകാര് വല്ലാതെ ഉപദ്രവിച്ചല്ലേ, ഒന്നും കാര്യമാക്കണ്ട, വീണ്ടും വരണം. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാം, മനസ്സിലൊന്നും വെക്കരുത്. ഇത് വരണം. മലയാളികൾ പൊതുവെ വകതിരിവില്ലാത്തവരാണ്. ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പാതാളത്തിലാണെങ്കിലും മാലിന്യ നിർമ്മാർജ്ജനം ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അവിടെയും വന്ന് ചെയ്തു തന്നോളാം, അറിയിച്ചാൽ മതി. രാഷ്ട്രീയക്കാരനാണ്, വർഗശത്രുക്കളോട് പോരാടിയാണ് ശീലം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങ് ഇനിയും നമ്മുടെ ഈ കേരളത്തിലോട്ട് വരണം. Da 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 da.